മുത്തേ ആശിക്ക എടാ മുത്തേ നല്ല അടിച്ചാപൊളി കോരക്കാണില്ല. നല്ല കിളിക്കോര, സൂപ്പർ കോര. തട്ട് നിറച്ചിട്ടിക്കണില്ലേ മുത്തേ? എന്തൊക്കെ ഐറ്റംസ് ആണ്? കോരനെ പറ്റി എനിക്ക് വല്ല അറിവുണ്ടോ? കൽബേ, കോരനെ കുറിച്ചല്ല അറിവുള്ളൂ മുത്തേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള മീനാണ് ഈ കോര, അല്ലെ കിളിക്കോര എന്നൊക്കെ പറയട്ടോ. അപ്പൊ എന്താ പറയാറിയോ, മിക്ക ആളുകൾക്കും ശരീരത്തിന് വലിയൊരു പ്രശ്നം സൃഷ്ടിക്കാത്തൊരു സാധനമാണ് ഈ കോര എന്ന് പറഞ്ഞ സംഭവം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു 95% ആളുകൾക്ക് വലിയൊരു പ്രശ്നമില്ലാത്തൊരു സംഭവമാണ് കോര. അതേസമയം ഒരു 5% ആളുകൾ ചിലപ്പോൾ വയറിനെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഇതാ കോര ക്ലീൻ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാ മുത്തേ, കണ്ടുവാ. ഈ 2 കോര നിങ്ങൾക്ക് വേണ്ടി കട്ട് ചെയ്താണ് കേട്ടോ. ഇതാ ഈ 2 കോരന്റെ ഉൾവശം കണ്ടോ, വയറിന്റെ ഉൾവശം ഒരു തരം റോസ് കളറിൽ മാർക്ക് കണ്ടില്ല? ഈ റോസ് കളറിൽ കാണുന്ന മാർക്ക് നമ്മൾ എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്യുന്ന സമയത്ത് വളരെ വൃത്തിയാക്കിയിട്ട് ഒഴിവാക്കുക. ഈ അയില, മത്തി അങ്ങനെയുള്ള മീനുകൾക്ക് ബ്ലാക്ക് കളർ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ തന്നെ ചില സമയത്ത് പഞ്ഞി വെക്കുന്ന സമയത്ത് ഒരു സിൽവർ കളറിൽ കാണാൻ കഴിയും ഇതേമാതിരി ഒരു മാർക്ക്. അപ്പൊ എന്ത് ചെയ്യുക, അത് വളരെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ കഴിക്കുക. കോര എന്ന് പറഞ്ഞാൽ ഒമേഗ 3 അടങ്ങിയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മീനാണ്. കൂടുതൽ സുഗന്ധ വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഇതുകൊണ്ടാണ്. ഫേസ് ക്രീം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ഈ കോരയെന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ കോര കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാ, ഈ സാധനം പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വളരെ ക്ലിയർ ആക്കിയിട്ട് വടിച്ചൊഴിവാക്കിയിട്ട് കഴിക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നം, ശരീരത്തിന് വലിയ പ്രശ്നം ഉണ്ടാവില്ല. പൊതുവെ ശരീരത്തിന് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാത്തൊരു മീനാണ് കേട്ടോ കോര, കിളിക്കോര. ഹെൽത്തി ആയിട്ടുള്ള മീനാണ്. ഓക്കെ അപ്പൊ നമ്മളെ ചാനല് എല്ലാരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ബെൽ ബട്ടനൊക്കെ അടിച്ച് പൊട്ടിക്കുക. അപ്പൊ ക്യാമറാമാൻ സായിദിനോടൊപ്പം മുത്തേ ആശിഖ്, കൽബേ സായിദ്. ഓക്കെ.